ശബരിമലയിൽ റെക്കോർഡ് വരുമാനം 92 കോടിയാണ് ആദ്യ 15 ദിവസത്തെ വരുമാനം. മുൻ വർഷത്തേക്കാൾ 33.33% വർധനവാണ് ഉണ്ടായത്. അഖിൽ ടി.എസ്. വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. അഖിൽ, ഇത്തവണത്തെ ഈ ശബരിമല മണ്ഡലകാലത്തെ സംബന്ധിച്ചുള്ള കുപ്രചാരണങ്ങളെ കൂടി അതിജീവിച്ചാണ് ഇത്ര വലിയൊരു വരുമാനം എന്ന് പറയുമ്പോൾ അത്രയധികം ആളുകൾ അവിടെ എത്തി എന്നതുകൂടിയാണല്ലോ അർത്ഥമാക്കുന്നത്. എങ്ങനെയാണ് പൊതുവിലുള്ള വിവരങ്ങൾ? സിത, തീർച്ചയായും നിലവിൽ ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവം തുടങ്ങിയ അന്നു മുതൽ നവംബർ 30 വരെയുള്ള 15 ആദ്യ 15 ദിവസത്തെ കണക്കുകളാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് പുറത്തുവിട്ടിരിക്കുന്നത്. ഈ 15 ദിവസങ്ങൾക്കുള്ളിൽ ശബരിമലയിൽ ദർശനം നടത്തിയിരിക്കുന്നത് 13 ലക്ഷം ആളുകളാണ്. അത് മുൻവർഷത്തെ അപേക്ഷിച്ച് വലിയ രീതിയിലുള്ള ആളുകളുടെ വർധന ഇവിടെ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ സീസണിൽ ആകെ 41 ദിവസങ്ങളിൽ 4 ദിവസങ്ങളിൽ മാത്രമാണ് 1 ലക്ഷത്തിന് മുകളിലേക്ക് ആളുകൾ എത്തിയത്. എന്നാൽ ഇത്തവണത്തെ സ്ഥിതി അതല്ല. 15 ദിവസത്തിൽ ഒരു 10 ദിവസത്തോളം തന്നെ 1 ലക്ഷത്തിനടുത്ത ആളുകൾ ശബരിമലയിൽ ദർശനം നടത്തുകയുണ്ടായി. അത്തരത്തിൽ ആളുകളുടെ വരവ് വർദ്ധിച്ചതിന്റെ ഫലമായിട്ട് തന്നെയാണ് ഇത്തവണ ശബരിമലയിലെ 15 ദിവസത്തെ വരുമാനത്തിൽ ഇത്രയധികം വർധനവുണ്ടായത്. ആദ്യത്തെ 15 ദിവസത്തെ വരുമാനം എന്ന് പറയുന്നത് 92 കോടി രൂപയാണ്. അത് കഴിഞ്ഞ തവണത്തെ വരുമാനത്തെക്കാൾ 33.33% വർധനവ് നിലവിൽ ശബരിമലയിലെ വരുമാനത്തിൽ വർധനവ് ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വർധനവ് ഉണ്ടായിരിക്കുന്നത് അരവണയുടെ വിൽപ്പനയിലാണ്. അരവണ വിൽപ്പനയുടെ വരുമാനം മാത്രം 47 കോടി രൂപയാണ്. മുൻ വർഷത്തേക്കാൾ 46.86% വർധനവാണ് നിലവിൽ അരവണ വിൽപ്പനയിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പത്തിന്റെ വിൽപ്പനയിലും ഇതേ രീതിയിൽ തന്നെ വർധനവ് ഉണ്ടായിട്ടുണ്ട്. കാണിക്ക വിൽപ്പനയിൽ 2 കോടിയോളം രൂപയുടെ വർധനവ്, കാണിക്കയുടെ വരുമാനത്തിൽ 2 കോടിയോളം രൂപയുടെ വർധനവ് ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ സമസ്ത മേഖലകളും ആളുകളുടെ പ്രവാഹം തന്നെ ശബരിമലയിലേക്ക് ഉണ്ടായതിന്റെ ഫലമായി എല്ലാ മേഖലകളിലും വരുമാനത്തിന്റെ വർധനവുണ്ടായി. അത്തരത്തിൽ ദേവസ്വം ബോർഡും സർക്കാരും പോലീസും ചേർന്ന് ശബരിമലയിൽ ഒരുക്കിയ സജ്ജീകരണങ്ങളുടെയും ക്രമീകരണങ്ങളുടെയും ഫലമായി തീർത്ഥാടകരുടെ വരവ് കൂടുകയും അത്തരത്തിൽ വരവ് കൂടിയതിന്റെ ഫലമായി ശബരിമലയിലേക്ക് ഉണ്ടാകുന്ന ആളുകളുടെ പ്രവാഹത്തിന്റെ ഫലം കൂടിയാണ് ഇത്തരത്തിൽ വരുമാനത്തിലുണ്ടാകുന്ന ഈ വർധനവ്. ശരി, ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം മുൻ തവണത്തെ അപേക്ഷിച്ച് 33.33% വർധനവ് വരുമാനത്തിൽ ഉണ്ടാകുകയാണ്. അഖിൽ ടി.എസ്. ആണ് വിവരങ്ങൾ നൽകിയത് ശബരിമലയിൽ നിന്നും.